സകലത്തെ മൂടും. ഇന്ന് രാവിലെ നീ സകലത്തെ മൂടാൻ പോവാ. നിന്റെ കുടുംബത്തിനെതിരെ കുഴിവെട്ടി കയറി വരുന്ന ദുഷ്ടവ്യാപാരത്തെ മൂടാനുള്ള പവർ ദൈവം നിനക്ക് തരാൻ പോകുക. ഒരു ജാതി വന്ന് സകലത്തെ മൂടിക്കളയുന്നു. ഒന്ന് യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ വായിക്കുന്നു. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ദൈവത്തിന്റെ പുത്രൻ പ്രത്യക്ഷനായി. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ. അവിടെ യോഹന്നാൻ എഴുതി വെക്കുകയാണ്, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവത്തിൻ്റെ പുത്രൻ പ്രത്യക്ഷനായി. ഒരാൾ സ്വർഗത്തിൽ നിന്ന് വന്നതിൻ്റെ ഉദ്ദേശം പറയുകയാണ്, അഴിച്ചുവിടും. അഴിച്ചുവിടും എന്ന് പറയണമെങ്കിൽ അഴിക്കുന്നതിന് മുൻപ് എന്തോ നടന്നിട്ടുണ്ട്. അഴിക്കുന്നതിന് മുമ്പ് നടന്നത് കെട്ടാണ്, ആരാണ്ട് കെട്ടിവെച്ചതാണ്. പക്ഷെ ഇന്ന് ദൈവം അഴിച്ചിട്ട് പോകും. പിശാചിൻ്റെ, നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, പിശാചിൻ്റെ ഒന്ന് പറഞ്ഞേ, പിശാചിൻ്റെ പ്രവർത്തികളെ. ഓക്കെ, അപ്പോൾ പിശാചിൻ്റെ പണി എന്നാ? കെട്ടുക. ഞങ്ങളുടെ പണി എന്നാ? അഴിക്കുക. ഒരാമയും പറഞ്ഞില്ലേ? ശരി. പിശാചുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? മിണ്ടുന്നില്ല. ഉണ്ടോ? പിശാചുണ്ടോ? ചില ഇരിപ്പ് കണ്ടാൽ പുള്ളി ഉള്ളതുപോലെ തോന്നും. നമ്മളെ രാത്രിയിൽ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ ആരാണ്ട് പുറകെ കൂടെ വരുന്നെന്ന് തോന്നില്ലേ? എന്നാ തോന്നില്ലേ? തോന്നില്ലയോ? തോന്നില്ലേ? തോന്നാത്തവരുണ്ടോ? ഉള്ളൊരു മനുഷ്യരല്ല, അത് പറയാനാ. ഒരു തോന്നൽ വരും. നമ്മൾ ഈ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ പാട്ട് പാടുന്നില്ലേ? അതെന്തിനാ? കൂടെ ആരിലും ഉണ്ടെന്ന് തോന്നിക്കാനാ പാട്ട് പാടുന്നത്. മനസ്സിലായില്ലേ? ശരിക്കും അതിന് വിളിക്കുന്ന പേരെന്നാന്നറിയാം, ഭയം. എന്നാ? ഭയം. ഭയം പിശാചിന്റെ സാധന. ഇന്ന് പേടി പോവും. നിന്റെ വീട്ടിൽ കൊണ്ട് കെട്ടിയ ഭയങ്ങൾ പൊട്ടിപ്പോ. സകല പിശാചിന്റെ പദ്ധതികളും എന്റെ ദൈവം അഴിച്ചുവിടാൻ തുടങ്ങുക. നിന്റെ ഭയത്തിന്റെ കെട്ടുകളിൽ എന്റെ കർത്താവ് അഴിക്കാൻ തുടങ്ങുക. പിശാചിന്റെ പ്രവർത്തികളെ. പഴയ നിയമത്തിൽ ആദ്യമായി പിശാച് എന്ന് എഴുതിയിരിക്കുന്ന പുസ്തകം ഏതാന്ന് പറയാമോ? പഴയ നിയമത്തിൽ ആദ്യമായി പിശാച് എന്ന് എഴുതിയിരിക്കുന്ന പുസ്തകം ഉൽപ്പത്തി പുസ്തകം ആണോ? പഴയ നിയമത്തിൽ ആദ്യമായി പിശാച് എന്ന് എഴുതിയിരിക്കുന്ന പുസ്തകം ഏതാണ്? ഉൽപ്പത്തിയാ? ഏതാ? ശരി. എന്നാ പഴയ നിയമത്തിൽ പിശാച് എന്നൊരു വാക്കില്ല. ഉണ്ടേ? പിശാച് എന്നൊരു വാക്ക് പഴയ നിയമത്തിൽ ഇല്ല. ഇല്ല. ഉണ്ടേ? നോക്കിക്കോ, വായിച്ചോ. ഇല്ല. ഉണ്ടോ? ഇല്ല. പഴയ നിയമത്തിൽ പിശാച് എന്ന് പറയുന്ന വാക്കേ ഇല്ല. പിശാച് എന്ന വാക്ക് നമ്മൾ ആദ്യം കേട്ട എവിടാന്നറിയാമോ? മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തില. അനന്തരം പിശാച് യേശുവിനെ പരീക്ഷിക്കാൻ യേശുവിൻ്റെ അടുത്തെത്തി എന്നാണ് വേദപുസ്തകം ആദ്യമായിട്ട് എഴുതിയത്. കേൾക്കണ്ട എന്നാന്ന്? പഴയ നിയമത്തിൽ നമ്മളെപ്പോലെ പിശാച് ഇറങ്ങിപ്പോകുന്ന ഇടപാടൊന്നുമില്ല. അതെന്നാ? പഴയ നിയമത്തിൽ പിശാചിനെ പുറത്താക്കാൻ കരുത്തുള്ള ഒരുത്തനും ഇല്ലായിരുന്നു. പക്ഷെ പുതിയ നിയമത്തിനകത്ത് പുസ്തകം തുടങ്ങുന്നത് അവന്റെ തലക്ക് അടിച്ചോണ്ടാ തുടങ്ങുന്നേ. കൈ അടിച്ചൊരാമീൻ പറയാൻ പറ്റുമെങ്കിൽ കൈ അടിച്ചൊരാമീൻ പറ. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ, പഴയ നിയമത്തിൽ പിശാച് എന്ന വാക്കില്ല. മനസ്സിലായില്ലേ? പഴയ നിയമത്തിൽ പിശാച് എന്ന വാക്ക് ഇല്ല. അപ്പം പഴയ നിയമത്തിൽ ആരില്ല? പിശാച് ഇല്ലെന്നല്ല, പിശാച് എന്ന വാക്കില്ല. പിശാചുണ്ട്, പിശാച് എന്ന വാക്കില്ല. പഴയ നിയമത്തിൽ പിശാചിനെ ആരും പുറത്താക്കിയിട്ടുണ്ടോ? പഴയ നിയമത്തിൽ ആരും പിശാചിനെ പുറത്താക്കിയിട്ടുണ്ടോ? ഉണ്ട്. കേക്ക് പറയാൻ പോവാ. ദാവീദ് കിന്നരം വായിക്കുമ്പോ ശൗലിന്റെ മേലുള്ള ദുരാത്മാവ് മാറി നിൽക്കും.
പോകുമെന്നല്ല, മാറി നിൽക്കും. കേട്ടോ നിങ്ങള്? പോകുമെന്നല്ല, മാറി നിൽക്കും. പിശാചു മാറി നിൽക്കുക അല്ല, നിന്റെ ആതിര് വിട്ടുപോകാൻ പോവാ. നിന്റെ വീട്ടിൽ കൊണ്ടിട്ട കൂടാത്ര 4 പാട് ചിതറാൻ പോവാ. ഒരു കാര്യം നിങ്ങൾ കേട്ടോണം, ആര് കെട്ടിയാലും ഞങ്ങൾ അഴിക്കും. അഴിക്കും. ഉറച്ചാമയും പറഞ്ഞോ, നിനക്കെതിരെ എന്നാ കൊണ്ട് കെട്ടിയാലും ഇന്ന് അഴിയും. കേൾക്കുന്നുണ്ടോ? ഞാൻ ഈ പിശാചിന്റെ പേരുമൊക്കെ പറയും. നിങ്ങൾ പലരും അറിയാതെ നിന്റെ വീട്ടിൽ ഇവന്റെ ശക്തി കയറിയിട്ടുണ്ട്. ഇന്നത്തെ ആരാധനെ ആട്ടിച്ചു പുറത്താക്കാൻ പോവാ. നിങ്ങൾ കൈയൊന്ന് ഉയർത്തി ഒരാമീൻ പറഞ്ഞേ. ശരി, അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, പഴയ നിയമത്തിൽ പിശാദിന് എന്ത് വാക്കുണ്ട് എന്ന് ചോദിക്കും. പറയാമോ? ഉൽപ്പത്തി പുസ്തകത്തിൽ പിശാദിനെ രേഖപ്പെടുത്തിയ ഒരു വാക്കുണ്ട്. എന്നാ? പാമ്പ്. എന്നാ? പാമ്പ്. അന്നത്തെ പാമ്പിന് കാലുകൊണ്ട് വാലുകൊണ്ട് മിണ്ടുകയും ചെയ്യും. ഒരാൾക്ക് കൈ കൊടുത്ത് പറ, അന്നത്തെ പാമ്പ് കാലുകൊണ്ട് വാലുകൊണ്ട് മിണ്ടുകയും ചെയ്യും. അങ്ങനെ ആണോ? പാമ്പ് സ്ത്രീയോട്. അപ്പം മിണ്ടുമായിരുന്നില്ലയോ? മിണ്ടുന്ന പാമ്പ്. ഈ പൂച്ചയുടെ പ്രത്യേകത, മീനുണ്ടെങ്കിലേ പൂച്ച അവിടെ കറങ്ങി നിൽക്കത്തുള്ളൂ. അങ്ങനല്ലേ? പോ പൂച്ച എന്ന് പറഞ്ഞ പോ. മീനെടുത്ത് മാറ്റിയാൽ മതി, പുള്ളി പഞ്ചായത്തിൽ നിന്ന് പൊക്കോളും. ഒരാമീൻ പറ. ഇപ്പൊ യോഹന്നാൻ ഈ ലേഖനം എഴുതുകയാണേ. യോഹന്നാൻ ലേഖനം എഴുതിയിട്ട് പറഞ്ഞതെന്നാന്നറിയോ? പിശാദിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവത്തിന്റെ പുത്രൻ പ്രത്യക്ഷനായി. ഓക്കെ, നമുക്ക് തുടക്കം ഒന്ന് വായിക്കണ്ടേ? 3-ാം അധ്യായത്തിന്റെ ആ വാക്യത്തിന്റെ 1-ാമത്തെ വാക്യം. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം നൽകിയിരിക്കും. അങ്ങനെ തന്നെ നാം ആകുന്നു. ഇനി കേൾക്കാം, അത്ര മതി. എനിക്ക് ആ ഒരു വാക്ക് മതി. ദൈവമക്കൾ ആരാ? കൈ കൊടുത്തി വെച്ച ദൈവത്തിന്റെ പിള്ളേരാന്നോന്ന്? ആണോ? ദൈവത്തിന്റെ ആണോ? ദൈവത്തിന്റെ കൊച്ചാണ്, ഒളിച്ചോടി പോകത്തില്ല. സ്വത്രം പറ. ദൈവത്തിന്റെ കൊച്ചാണെങ്കിൽ KSRTC ബസ് ടിക്കറ്റ് എടുക്കും, മര്യാദയ്ക്ക് നിൽക്കും. പിന്നെ ചിലരുണ്ട്, ഏത് ബസ്സേ കയറിയാലും പെട്ടിപ്പുറത്ത് ഇരിക്കും. നിന്റെ കാര്യം കട്ടപ്പോക. ഒരാമീൻ പറ. കൈ പൊക്കി ഒരു സ്വത്രം പറഞ്ഞില്ല. ചിലർ ഇടിച്ചിടിച്ചേ നിൽക്കൂ, നിന്നെ കൊള്ളുകയല്ല. കൈ പൊക്കി ഒരു സ്വത്രം പറഞ്ഞില്ല. ബാക്കി പറയാൻ തുടങ്ങുക. നിങ്ങൾ കേൾക്കണം, പിശാദിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ. പഴയ നിയമത്തിൽ പിശാച് ഇളകിയ ഒരു സ്ഥലം ഏതാണെന്ന് അറിയാമോ? ഇളകിയതല്ല, നമ്മുടെ ദാവീദ് കിന്നരം. ദാവീദിന് അന്യഭാഷയുണ്ടോ? പ്രശ്നമാവും മൊത്തം അല്ലേ? ദാവീദിന് അന്യഭാഷയുണ്ടോ? ദാവീദിന് അന്യഭാഷയുണ്ടോ? ദാവീദ് അന്യഭാഷ പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ പൊന്നച്ച, പുതിയ നിയമത്തിൽ അന്യഭാഷയുള്ളൂ, പഴയ നിയമത്തിൽ ഇല്ല. അവരൊക്കെ കൈ കൊടുത്ത് പറ, പുതിയ നിയമത്തിലുള്ള അന്യഭാഷ, പഴയ നിയമത്തിൽ അന്യഭാഷ ഇല്ലെന്ന് പറ. ഇല്ല. ഒരു കാര്യം ഞാൻ പറയാം, ലൂസിഫർ മാത്രമല്ലായിരുന്നു പിശാച്. സൺ ഓഫ് മോർണിംഗ് സ്റ്റാർ മാത്രമല്ലായിരുന്നു പിശാച്. അല്ല പാസ്റ്ററെ, അതിന് മുൻപ് പിശാച് ഇവിടെ ഉണ്ട്. വെളിപ്പാട് പുസ്തകം കൊണ്ട് വായിച്ചു വരുമ്പോൾ യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് 4 ദൂതന്മാരെ ബന്ധിച്ചിട്ടേക്കുന്നു. ഇപ്പൊ വായിച്ചു വേണം കേൾപ്പിക്കും. യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് 4 പേരെ ബന്ധിച്ചിട്ടേക്കുന്നു. പുസ്തകം പറഞ്ഞു തുടങ്ങി. 6ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ അവരെ അടിച്ചുവിടുക എന്നൊരു ശബ്ദം കേൾക്കുകയാ. വെളിപ്പാട് പുസ്തകം എഴുതുമ്പോൾ യോഹന്നാൻ എഴുതി വെക്കുകയാണ്, 4 ആളുകളെ. ഒരു കാര്യം ഞാൻ ദൂത് പറയാം, നിന്റെ കുടുംബത്തെ തകർത്തതിന്റെ ഇന്ന് നീ തകർക്കും. ഇതിന്റെ സന്ദേശമാണ് ഞാൻ പറയാൻ പോകുന്നേ. ഇതിനകത്തെ കാതലായ ക്രമീകരണമാ പ്രതിപാദിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. ഒരു വാക്കുകൂടെ തന്നെ ഒന്ന് കേട്ടോണം. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം. അപ്പൊ നമ്മൾ ആരാ? നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞ ആരാ? ഒന്നൂടെ. ആണോ? ആ സ്വഭാവമൊക്കെ ഉണ്ടോ? കയ്യിലിരിപ്പ് അതൊക്കെയാണോ? യൂഫ്രട്ടീസ് എന്ന നദിയുടെ മഹാനദി തീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെ അഴിച്ചുവിടുക. 4 ദൂതന്മാരെ അഴിച്ചുവിടുക. കേട്ടോ നിങ്ങള്? 4 പിശാചുക്കളെ അഴിച്ചുവിടാനല്ല, 4 ദൂതന്മാരെ അഴിച്ചുവിടുക. ഇവരെ എന്ന് കെട്ടി
നമ്മളിലെ വെട്ടിയ പുള്ളിയുടെ ഭാര്യ മാത്രമേ കേട്ടിട്ടുള്ളൂ, ഇതൊന്നും കേട്ടില്ല. ഇനിയും വേറെ ഉണ്ട് ഇഷ്ടം പോലെ ആളുകൾ. എല്ലാം കൂടെ പറയാൻ നിവർത്തിയില്ല. നമുക്കിതിനകത്ത് ഒരു ആത്മീയ കാര്യം കൂടെ വേണം. ഒരു വാക്കൂടെ പറയാം. നിന്റെ വീട്ടിൽ കൊണ്ടുവച്ച തകിട് ഇന്ന് പൊട്ടും, അതിൻ്റെ ശക്തി ക്ഷയിക്കും, അതിന്റെ ആധിപത്യം പൊളിയും. നിന്റെ പിള്ളാരെ മുന്നോട്ട് വിടാത്ത ദുഷ്ടവ്യാപാരങ്ങൾ ഈ അഴിഞ്ഞു മാറുമെന്ന് എന്റെ ദൈവം എന്നോട് പറയുക. നിന്റെ കൂടാരത്തിനകത്ത് ദൈവത്തിന്റെ പ്രവർത്തികളും ദൈവത്തിന്റെ അത്ഭുതങ്ങളും ഉണ്ടാകുന്ന ഒരസാധാരണ ദിവസമായി മാറും എന്ന ദൈവത്തിന്റെ ആത്മാവനോട് ഇടപെടുക. അത് അകത്ത് ഉറപ്പുണ്ടെങ്കിൽ കരമടിച്ചു ദൈവത്തിന് ആമീൻ പറഞ്ഞു കർത്താവിനോട് പറയുക. നീ ഉയരാൻ വകയാ, നിന്റെ തലമുറ ഉയരാൻ വകയാ, നിന്റെ വീട് ഉയരാൻ വകയാ. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ഞാൻ എൻ്റെ അന്തരാത്മാവിൽ ഒരു ശബ്ദം കേൾക്കുക. ചില വീട്ടിൽ ഇത് സംഭവിക്കും. ഓൾഡ് ടെസ്റ്റമെന്റിൽ പിശാച് എന്ന പദം എഴുതിയിട്ടില്ല. അപ്പം നിങ്ങൾ എന്നോട് പെട്ടെന്ന് ചോദിക്കും, ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. ബാക്കി പറ. ഇയ്യോബിന്റെ പുസ്തകത്തിലെ വാക്യം. ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. ബാക്കി പറ. എന്നെ നോക്കുവാന്നോ? ബാക്കി പറ. സാത്താനും. അപ്പം നമ്മൾ പഴയ നിയമത്തെ കേട്ടതെന്നാ? സാത്താൻ എന്നാ? രാമീൻ പറഞ്ഞില്ല. ഈ സാറ് തന്നെയാ പുതിയ നിയമത്തിൽ. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയെന്നേ ഉള്ളൂ. രാമീൻ പറഞ്ഞത് സാധനം പഴയതാ. കൈ കൊടുത്ത് പറ, സാധനം പഴയതാന്ന് പറ. സാധനം പഴയതാ. സംഖ്യാപുസ്തകത്തിലുണ്ട്. ഒരു ദിവസം കഴുതപ്പുറത്തൊരു മനുഷ്യൻ ശപിക്കാൻ വേണ്ടി പോകുകയാണ്. പേരെന്നാ? ബിലയാം. ആരുടെ വാക്ക് കേട്ടിട്ട്? ബാലാക്കിൻ്റെ വാക്ക് കേട്ടിട്ട്. ഒരു ദൂത് പറയാം, ആരുടെയും വാക്ക് കേട്ട് നീ നിന്നെ തന്നെ അനാവൃതമാക്കരുത്. കൈ പൊക്കി ആമീൻ പറ. ഈ വാക്ക് നിങ്ങൾ എഴുതി വെക്കണം. നിങ്ങളോട് ദൈവം പറയാൻ ആഗ്രഹിക്കുന്ന ദൂതിതാണ്. ഒരാളുടെയും വാക്ക് കേട്ട് നിന്റെ കൃപ കളയരുത്. ഒരാളുടെയും വാക്ക് കേട്ട് നീ ഒന്നിനും നിൽക്കരുത്. നിങ്ങൾ കേട്ടോ, ബാരാക്കിന് ഒരഭിപ്രായവും ഇല്ല. ബാരാക്ക് ബിലയാമിനെ വിളിച്ചിട്ട് അവിടുത്തെ ആളുകളെ വിട്ടിട്ട് പറഞ്ഞു, നീ ഒരു ജനമുണ്ട്, അവരെ ശപിക്കണം, അവരെ ശപിക്കണം. അദ്ദേഹം പോയോ ശപിക്കാൻ? പോയില്ലയോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ വരികയില്ല, എനിക്ക് വരാൻ പറ്റുകയില്ല. ഞാൻ ആ സംഭവം നമ്മുടെ ഇതിലൊന്ന് വിവരിച്ച് കേൾപ്പിക്കട്ടെ. നിങ്ങൾക്കുള്ള പ്രാക്ടിക്കൽ ദൂതാണ്, കേൾക്കണം നിങ്ങൾ. രാത്രിയിൽ ദൈവം ബിലയാമിന്റെ അടുക്കൽ വന്നു. സംഖ്യാപുസ്തകം 22-ാം അധ്യായത്തിന്റെ അതിന്റെ ചൂടെ മേലോട്ട് വായിക്കണം, എന്നാലേ അവർക്ക് കാര്യം മനസ്സിലാവുള്ളൂ. ഞാൻ കാര്യം പറഞ്ഞവർക്ക് മനസ്സിലാവില്ല. വായിക്കാം. ബാലാക്ക് വീണ്ടും അവരെക്കാൾ മാന്യനായി. ദാണ്ട ഒരു മിനിറ്റ് കേക്ക്. നിന്റെ വീട്ടിൽ ആവശ്യമില്ലാത്ത ഒരിടപാടും വരരുത്. ബിലയാമിന്റെ വീട്ടിൽ ബാരാക്ക് ആളുകളെ അയച്ചിട്ട് പറഞ്ഞു, ഒരു ജനം അവിടെ ഉണ്ട്, അവരെ ശപിക്കണം. അങ്ങനല്ലേ മോളെ? ദൈവത്തോട് അല്ല, അതിന് മുമ്പ് ആദ്യം വന്ന കാര്യം, ഫസ്റ്റിൽ രണ്ടാമത് വന്ന കാര്യമാണ് വായിക്കുന്നത്. ആദ്യം വന്ന കാര്യം വായിക്കും. ഒരു ജനം ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട് വന്ന് ഭൂതലത്തെ മൂടിയിരിക്കുന്നു. ഒരു ദൂത് ഞാൻ പറയാം, അഭിഷേകമുള്ളവൻ സകലത്തെ മൂടും. രാമയെ മറന്നില്ല. നിന്റെ കുടുംബത്തിനെതിരെ കുഴിവെട്ടി കയറി വരുന്ന ദുഷ്ടവ്യാപാരത്തെ മൂടാനുള്ള പവർ ദൈവം നിനക്ക് തരാൻ പോകുകയാ. ഒരു ജാതി വന്ന് സകലത്തെ മൂടിക്കളയുന്നു. എന്താണ് ബാരാക്കിന് ബിലയാമിനെ കൊണ്ട് ജയിക്കാനുള്ളത്? ഇവര് തമ്മിലുള്ള ശത്രുത്വം, ഇവര് തമ്മിൽ വല്ല ശത്രുത്വം ഉണ്ടോ? ഇവര് തമ്മിൽ, ഇസ്രായേൽ മക്കളും ബാരാക്കും തമ്മിൽ വല്ല ശത്രുക്കളുണ്ടോ? ഇല്ല. അസൂയ. എന്താ നിന്റെ കുടുംബത്തിനെതിരുള്ള എതിര്? അസൂയ. എന്താ നിന്റെ മക്കൾക്കുള്ള എതിര്? അസൂയ. നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം. അംബാനിയും ബിസിനസ്സുകാരനാണ്, നമ്മുടെ പാപ്പിച്ചാനും ബിസിനസ്സുകാരനാണ്.
സത്യമല്ലയോ? അംബാനിയും ബിസിനസ്സുകാരനാണ്, പാപ്പിച്ചാനും ബിസിനസ്സുകാരനാണ്. നമ്മുടെ പാപ്പിച്ചാനൊരു അംബാസിഡർ പോലും ഇല്ല. അംബാനിക്ക് ലോകത്തിലുള്ള എല്ലാ വണ്ടിയുണ്ട്. പാപ്പിച്ചാൻ എന്നോട് വന്ന് പറയുക, ഇനി എൻ്റെ കാശ് കൊണ്ട് അംബാനി ഉയരണ്ട, ഞാൻ അംബാനിയുടെ ഒന്നും വാങ്ങിക്കത്തില്ല. ആർക്ക് പോയി? പാപ്പിച്ചാന് പോയി. അംബാനിക്ക് നഷ്ടം വല്ലതും ഉണ്ടോ? ഇല്ല. ഒരാമയും പറഞ്ഞില്ല. നിങ്ങൾ കേട്ടില്ലേ? ഓരോരുത്തരെ ദൈവം സൃഷ്ടിച്ചേക്കുന്ന ഓരോ വളവിലാ. അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. അസൂയപ്പെട്ട നിനക്ക് പോകുന്നേ ഉള്ളൂ. എന്റെ വീട്ടിൽ മാത്രം ഇത്രയും വലിയ പോരാട്ടം. ഉത്തരം ഇത്രേ ഉള്ളൂ, അസൂയ. രണ്ടാമത്തെ ഉത്തരം, നീ അവനേക്കാൾ ഉയർന്നു. ഒരാമയും പറഞ്ഞില്ല. നീ അവനേക്കാൾ ഉയർന്നു. ഇത്രേ ഉള്ളൂ പോരാട്ടം. എന്നൊക്കെ പോരാട്ട? ഒന്ന്, നിന്റെ വീട് ഉയർന്നു. രണ്ട്, അവനേക്കാൾ ക്വാളിറ്റി നിനക്കുണ്ട്. ഉണ്ടെങ്കിൽ നിനക്കെതിരെ ശത്രുത്വം ഉണ്ട്. പക്ഷെ ഒരു ദൂത്, ഒരു ശാപവും നിനക്ക് വരികയില്ല. ഒരു തിന്മയും നിനക്ക് വരികയില്ല. ഒരു കൂടാത്രം നിന്റെ വീട്ടിലേക്കിയല്ല. കയ്യൊന്ന് ഉയർത്തിയ ആമീൻ പറഞ്ഞേ. അങ്ങനെ ബാലാക്ക് ആദ്യത്തെ ആളിനെ വിട്ടു, ബിലയാമിന്റെ വീട്ടിൽ. അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14, ബാബേൽ പ്രവാസം മുതൽ യേശു ക്രിസ്തുവോളം 14. അങ്ങനെ ഇത്രയും വർഷം യാത്ര ചെയ്ത് 10 രാജാക്കന്മാരുടെയും രാജ്യത്തിന്റെ നടുവിലൂടെ വഴി കൊടുക്കാതെ യാത്ര ചെയ്ത് വന്ന ജനം, ഒരു ദൂത് ഞാൻ പറയാ, വാഗ്ദത്തമുള്ളവന്റെ വഴി തടയാൻ ഒരുത്തനും സാധ്യമല്ല. കൈയൊന്ന് ഉയർത്തി ഒരു ആമീൻ പറഞ്ഞേ. ഈ വന്ന ജനത്തെ കുറിച്ചാ പറഞ്ഞേ. എന്നാ പറഞ്ഞേ? ഒരു ജനം ഇവിടെ വന്ന് ഭൂലോകത്തെ ഒക്കെയും മൂടിയിരിക്കുന്നു. ഞാൻ ഒരു കാര്യം പറയാം, ഈ ദൈവം പറയുന്ന വാക്ക് കേൾക്കാത്തത് വലിയ പ്രശ്നമാവും. രാമീൻ പറ. ദൂത് കയറി വന്ന വരവാകട്ടോ. ഇത് പറയാൻ എൻ്റെ പുസ്തകത്തിന് ഇത്ര വാക്ക് ഞാൻ എഴുതിയിട്ടില്ല. പക്ഷെ ഇപ്പൊ എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്, ഈ വാക്ക് ഞാൻ പറയുക. ഈ വാക്കിന്റെ പൂർണ്ണ ഉത്തരവാദി പരിശുദ്ധാത്മാവാ. നിന്നോട് ദൈവം ദൂത് പറയുക. ബിലയാമിന്റെ വീട്ടിൽ ബാരാക്കിന്റെ ആൾക്കാർ വന്നു. ബിലയാമിന്റെ അസൂയ, ഭൂമിയിലൊക്കെ ഒരു ജനം പരന്നു കിടക്കുന്നു, മൂടിയിരിക്കുന്നു. അടുത്ത വാക്ക്, നീ വന്ന് എനിക്ക് വേണ്ടി അവനെ ശപിക്കണം. നിനക്കങ്ങ് ശപിച്ചാ പോരായോ? നിനക്കങ്ങ് ശപിച്ചാ പോരായോ? എന്തിനാ ഇവൻ വന്ന് ശപിക്കുന്നേ? എല്ലാം മനസ്സിലായോ? കിട്ടുവാണെന്ന് നിനക്ക് പണി കിട്ടിട്ടോ എന്ന് വിചാരിച്ചാ? അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഈ മുമ്പിൽ നിൽക്കുന്ന നിനക്കേ പണി കിട്ടൂ, അവന് കിട്ടുകയല്ല. ഇതാണ് ബിലയാമിൻ ബാരാക്കിന്റെ തന്ത്രം. കേട്ടില്ലേ? ആവശ്യമില്ലാത്ത ഒന്നിലും ഇടപെടരുത്. ആമീൻ പറഞ്ഞില്ല. ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും ഇടപെടാൻ പോവരുത്. നിന്നെ സംബന്ധിക്കാത്ത ഒരു വിഷയത്തിലും ഇടപെടരുത്. ബിലയാം അന്ന് രാത്രി അവർക്ക് ഭക്ഷണം കൊടുത്തു. അവരെ അവിടെ കിടത്തി ഉറക്കി. യഹോവയോട് ചോദിച്ചു. യഹോവ മറുപടി പറഞ്ഞ മറുപടി പറ. ദൈവം ബിലയാമിനോട് നീ അവരോടുകൂടെ പോകരുത്. അടിവരയിട്ടോണം, അവരോടുകൂടെ പോകരുത്. അടുത്ത വാക്ക്, ആ ജനത്തെ ശപിക്കുകയും അരുത്. നിങ്ങൾ കേട്ടോ? ഞാൻ പറഞ്ഞ വാക്ക് കേട്ടോ? നീ ആ ജനത്തോടു കൂടെ പോകരുത്, അവരെ ശപിക്കരുത്. എന്ത് പറ്റി? അടുത്ത പറയാൻ പോവാ. അവൻ ചെയ്ത അടുത്ത കാര്യം, അതിലും ബലവാന്മാരായ കുറച്ചു പേരെ പണം കൊണ്ടുവിട്ടു. അന്ന് രാത്രിയിലും ദൈവത്തോട് ചോദിച്ചപ്പോ ദൈവം എന്നാ പറഞ്ഞു? അവർ അനുഗ്രഹിക്കപ്പെട്ടവർ ആകുന്നു എന്ന് കൽപ്പിച്ചു. ബിലിയാം രാവിലെ എഴുന്നേറ്റ് ബാലാക്കിന്റെ പ്രഭുക്കന്മാരോട്, നിങ്ങളുടെ ദേശത്തേക്ക് പോകുവിൻ, നിങ്ങളോടുകൂടെ പോരുവാൻ യഹോവ എനിക്ക് അനുവാദം തരുന്നില്ല, നിങ്ങളുടെ കൂടെ വരാൻ യഹോവ എനിക്ക് അനുവാദം തരുന്നില്ല, ഞാൻ വരികയില്ല എന്ന് പറഞ്ഞു ബിലയാം. മോവാബ്യ പ്രഭുക്കന്മാർ പുറപ്പെട്ട് ബാലാക്കിന്റെ അടുക്കൽ ചെന്നു. ബിലിയാമിന് ഞങ്ങളോടുകൂടെ വരുവാൻ മനസ്സില്ല എന്ന് പറഞ്ഞു. അവർക്ക് ഞങ്ങളുടെ കൂടെ വരാൻ മനസ്സില്ലെന്ന് ഈ ബാലാക്കിനോട് പറഞ്ഞു. അപ്പൊ ബാലാക്ക് പറഞ്ഞ മറുപടി കേട്ടോ? വീണ്ടും അവരെക്കാൾ മാന്യരെ അധികം പ്രഭുക്കന്മാരെ അയച്ചു. അടുത്ത വെളുത്ത ചേട്ടനെ അയച്ചു. ഒരാമീൻ പറ. ഈ ചേട്ടന്മാരെ അയച്ചോണ്ടേയിരിക്കും, നീ പോയി കുടുങ്ങരുത്. ഇത്രേ ഉള്ളൂ. ചേട്ടന്മാരെ അയച്ചോണ്ടേയിരിക്കും, നീ കുടുങ്ങരുത്. കേട്ടില്ലേ?
ഇത് പുസ്തകത്തിലെ വാക്യ, ഇത് ശുശ്രൂഷിക്കാൻ വന്നല്ല കേട്ടോ, ഇത് പറയാനേ വന്നല്ല. എൻ്റെ പുസ്തകത്തിൽ ഈ വാക്കും ഇല്ലതാനും കേട്ടോ. പക്ഷെ കർത്താവിനോട് പറയിപ്പിക്കും അങ്ങനെ. അതിനേക്കാളും മാന്യരായ ആളുകളെ വിട്ടു. അവർ ബിലയാമിന്റെ അടുക്കൽ വന്ന് അവനോട്, എന്റെ അടുക്കൽ വരുന്നതിന് മുടക്കമൊന്നും പറയരുതേ, ഞാൻ നിന്നെ ഏറ്റവും ബഹുമാനിക്കും. അവര് ബിലയാമിന്റെ കാലിലോട്ട് വീണു. അടിപൊളി താഴ്മ. ഒരാമയും പറ. ഈ താഴ്മ നിന്നെ കുപ്പിയിലിറക്കാനുള്ള താഴ്മയാ. ഒരു സ്വോത്രം പറഞ്ഞില്ല, ഇത് കുപ്പിയിലിറക്കാനുള്ള ഇടപാടാ. അത് മനസ്സിലായില്ലേ? ബാക്കി പറയാം. അപ്പൊ പറഞ്ഞു, സാറ് വരാതിരിക്കരുത്, എന്തു വേണേ തരാം. ഞങ്ങളുടെ രാജാവിന് അത്ര ഇഷ്ടപ്പെട്ടു. എന്നാന്നറിയോ? പണി വാങ്ങിച്ച് കെട്ടാനുള്ള ഇഷ്ടപ്പെടില്ല. ഇവിടെ ഒരു അമ്മ ഇരിപ്പുണ്ട് ഈ ആരാധനയിൽ. ഇന്ന് രാവിലെ കയറി വന്നപ്പോൾ എന്നോട് പറഞ്ഞ അമ്മ, പാസ്റ്ററേ, ഞങ്ങളിപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്, എനിക്ക് പാസ്റ്റർക്ക് തരാൻ ഒന്നുമില്ല, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഞാൻ ചോദിച്ച എല്ലാം ഉണ്ടായിരുന്നല്ലോ. എല്ലാം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നുമില്ല. ഒരു മോനെ ഉള്ളൂ, ആണും പെണ്ണുമായി. വയസ്സ് 24. അമ്മ ഇവിടെ ഇരിപ്പുണ്ട്. വയസ്സ് 24. ഒരു വിവാഹം ഉറപ്പിച്ചു ആ ചെറുപ്പക്കാരൻ്റെ. നിങ്ങൾ കേൾക്കണം, വിവാഹം ഉറപ്പിക്കുന്നതിന് മുമ്പ് അവിടുത്തെ ആളുകൾ മില്യൺസ് ഓഫ് പൈസ ഉള്ള ആളുകളാ. ഇവൻ്റെ പേരിൽ ഒരു കമ്പനി അങ്ങ് എഴുതി കൊടുത്തു. എന്നിട്ട് ബാക്കിയൂടെ കേട്ടോ. അങ്ങനെ യാത്ര ചെയ്ത് ഒരിക്കൽ ബാംഗ്ലൂരിൽ നിന്ന് യാത്ര ചെയ്ത് പോകുമ്പോൾ BMW കാറിൽ ഈ പെൺകുട്ടി, വിവാഹമുറപ്പിച്ച പെൺകുട്ടി യാത്ര ചെയ്തു പോകുകയാണ്. പോകുമ്പോൾ ഒരു ട്രക്ക് വന്നിടിച്ച് തൽക്ഷണം ആ പെൺകുട്ടി മരിച്ചുപോയി. ആ വീട്ടുകാര് ഈ മോനെ പോലെ എടുത്ത് അവനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇപ്പോൾ ഒരു വലിയ കുരുക്കിൽപ്പെട്ട് നിൽക്കുകയാണ് ആ കുടുംബം മുഴുവൻ. ഒരു പൈസ എടുക്കാനില്ല, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അതിൻ്റെ പുറകിലൊരു കാര്യമുണ്ട്. ഒരു വാക്ക് ഞാൻ പറയാം. അവരുടെ ബന്ധുക്കൾ അവരെ കുരുക്കി കെട്ടിയതാ. കുഞ്ഞുപ്രായത്തിൽ ഈ ചെറുക്കൻ ഇത്ര ഉയർച്ച വന്ന് കണ്ടതുകൊണ്ട് ബന്ധുക്കൾ ഇവരെ കുരുക്കി കെട്ടിയതാ. അമ്മയുടെ അകത്തൊരുറപ്പുണ്ട്, ഇവിടെ വന്ന് പ്രാർത്ഥിച്ച കുരുക്കഴിയുമെന്ന്. അമ്മ അതിന് പ്രാർത്ഥിക്കാൻ ഇവിടെ വന്നതാ. ഇന്ന് രാവിലെ ഒരു വാക്ക് ഞാൻ പറയാ. ഇഷ്ടം പോലെ സ്വത്തുണ്ട്, പക്ഷെ നിപ്പി കെട്ടു വീഴപ്പെട്ടു. അഭിഷേകം നിന്റെ കെട്ടുകൾ അഴിക്കുന്ന രാവിലെയാ. ഒന്നുകൂടെ കേട്ടിട്ട് രണ്ടാമത്തെ കക്ഷികൾ വന്നപ്പോ ബിലയാം എന്തോ ചെയ്തു? ബാലാക്കിന്റെ ഭൃത്യന്മാരോട്, ബാലാക്ക് തന്റെ ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നും എനിക്ക് തന്നാൽ. അദ്ദേഹം പറഞ്ഞതെന്നറിയോ? ബാലാക്ക് എനിക്ക് ഒരു ഗൃഹം നിറച്ച് പൊന്നും വെള്ളിയും തന്നാലും എന്റെ ദൈവമായ യഹോവയുടെ കൽപ്പന ലംഘിച്ച് ഏറെയോ കുറയോ ചെയ്യുവാൻ എനിക്ക് കഴിയുന്നതല്ല. ആകയാൽ യഹോവ ഇനിയും എന്നോട് എന്ത് അരുളി ചെയ്യുമെന്ന് ഞാൻ അറിയട്ടെ. ഇവിടെ തെറ്റിയേ. അത്രയും മതിയായിരുന്നു, ബാക്കി പറയലായിരുന്നു. അത്രയും നിർത്തണമായിരുന്നു. ഇനിയും യഹോവ എന്നോട്, എടാ കർത്താവ് ഒന്നേ പറയൂ, കർത്താവ് ഏച്ചൂരി പറയത്തില്ല. രാമീൻ പറ. നിന്റെ വീട്ടിൽ തൂങ്ങിച്ചാവേണ്ട പുള്ളി അപ്പുറത്ത് തൂങ്ങിയതാ. നീ ഇന്ന് രാവിലെ ആയുസോടിരിക്കുന്നേ എന്റെ തമ്പുരാന്റെ കരുതൽ കൊണ്ടാ. നികളിക്കല്ല ദൈവത്തിന്റെ മുമ്പിൽ അടിച്ച് താഴെ ഇടാൻ ദൈവത്തിന് അറിയാന്നിട്ടല്ല. ആരുടെയൊക്കെയോ കണ്ണുനീര് നിന്റെ വീട്ടിലിരിപ്പുണ്ട്. ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചു മടങ്ങി വന്നോ ദൈവത്തിന്റെ അടുത്ത്, കരമടിച്ചു യേശുവേ എന്ന് വിളിച്ചേ. രണ്ടാമത്തെ ചോദ്യം വേണ്ടായിരുന്നു. രാമീൻ പറ. ആദ്യത്തെ ചോദ്യം മതിയായിരുന്നു. യഹോവ ഒരു പ്രാവശ്യം അരുളി ചെയ്താൽ 2 പ്രാവശ്യം കേട്ടോണം. ദൈവം മനുഷ്യനല്ല, ദൈവം മാറ്റി പറയത്തില്ല. ഒന്ന് പറഞ്ഞാൽ അത് ഉറപ്പിച്ചു പറഞ്ഞതാ. നിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് നിനക്ക് ഇത്രയും വിടുതലും തന്നിട്ട് നിനക്ക് ഇപ്പോഴും മനസ്സിലായില്ലയോ കർത്താവ് ദൈവമാണെന്ന്? ഇതിനകത്ത് അത്ഭുതം ഉണ്ടെന്ന്, ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ഒരു ദൂത് ഞാൻ പറയാം. ഇത് നിനക്ക് കെണി പോലെ തൊട്ടു പുറകിൽ കാര്യങ്ങൾ പിശാച് ഒരുക്കി വെച്ചിട്ട് കാത്തിരിക്കുകയെന്ന് ആത്മാവിനോട് ദൂതായിട്ട് പറയുക. ഈ ദൂതിന്റെ ഉത്തരവാദി ദൈവമാണ്. കർത്താവിനോട് ഇന്ന് രാവിലെ അങ്ങനെ പറയുക. എന്റെ പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടില്ലെന്ന് കേട്ടോ. ഞാൻ എഴുതിക്കൊണ്ട് വന്ന ദൂതല്ല, ദൂത് മാറുന്നുണ്ട്, എന്നോ ഇടപാടുണ്ട്. കർത്താവ് കാര്യങ്ങൾ ചെയ്യാൻ പോവാ. കരമുയർത്തി ആമീൻ പറഞ്ഞേ.